ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദേവ്. ഈ കിടന്ന് ഓടിച്ചാടുന്നത് എൻ്റെ മകൾ മഹാലക്ഷ്മി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഈ ദിവസത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആരും നേരത്തെ എഴുന്നേക്കില്ല. വളരെ വൈകിയാണ് ഞാൻ ഉണരുന്നത്. അന്നേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കാറില്ല. വീടിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫുഡ് ഇൻസ്പെക്ടേഴ്സുകാരും കൂട്ടിയപ്പോൾ ഈ ഒരൊറ്റ റെസ്റ്റോറൻറ്റ് മാത്രമാണ് തല ഉയർത്തിപ്പിടിച്ച് നിന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായി കഴിക്കാൻ തോന്നിയാൽ ഇവിടെ നിന്ന് മാത്രമേ വാങ്ങിക്കൂ. അത് ഭയങ്കര ടേസ്റ്റുമാണ്. കുറച്ച് പൈസ കൂടുതലാണെന്ന് തോന്നുന്നു. 15 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ പാഴ്സൽ വന്നു. അതും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് നടന്നു. ഞങ്ങളുടെ വീട് കടകളുടെ എല്ലാം പുറകുവശത്തായതുകൊണ്ട് എന്ത് സാധനവും എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാം. അത് ഞങ്ങളുടെ ഒരു ലക്കായിട്ടാണ് തോന്നുന്നത്. ഈ വീടുകളൊക്കെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീടുകളാണ്. എല്ലാ വീട്ടിലെയും വീട്ടുകാരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മോളിൽ കയറി ബിസ്ക്കറ്റും ചോക്ലേറ്റ്സും വാങ്ങിക്കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തത് കൊണ്ടാണ് എൻ്റെ കൂട്ടിന് മഹാലക്ഷ്മി വരാമെന്ന് തന്നെ തയ്യാറായത്. ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴികളാണ്. ഇതാണ് എൻ്റെ വീട്. പിന്നീട് വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും കായംകുളത്ത് നിന്നും എൻ്റെ ഹസ്ബൻഡ് വന്നു. ബോറടിച്ചിരിക്കുകയായിരുന്നു ഞാനും മകളും. പിടിച്ച പിടിയാലെ പാർക്കിലേക്ക് ഞങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ടുപോയി. ആരോഗ്യ നികേതം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഹെൽത്തിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഈ പാർക്ക് ഞങ്ങൾ പന്തളംകാർക്ക് വലിയ ആശ്വാസമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുന്നത് കാണാം. എല്ലാവരുടെയും സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ചിത്രങ്ങളെല്ലാം കേരളത്തിലെ പഴയ ആളുകളുടെ ജീവിതശൈലി, അവരുടെ തൊഴിൽ മേഖല, ആരോഗ്യം ഇതെല്ലാം കാണിക്കുന്നു. ഓരോ ചിത്രങ്ങളും എനിക്ക് 3 മിനിറ്റോളം എടുത്ത് നോക്കി നിൽക്കുവാൻ തോന്നി. അത്ര മനോഹരമായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. രാത്രി 7 മണിയായി. തിരിച്ച് കായംകുളം പോകാൻ നേരമായി എന്ന് പറഞ്ഞ് ഞങ്ങളെ 1 മിനിറ്റ് പോലും പിന്നീട് പാർക്കിൽ നിർത്താൻ സമ്മതിക്കാതെ പിടിച്ചുകൊണ്ടുപോയി. കണ്ടു തീർക്കാൻ സമ്മതിക്കാത്തത് കാരണം കാറിലിരുന്ന് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. വീട്ടിൽ വന്നിട്ടും മൂഡില്ലായിരുന്നു വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് വീഡിയോസൊന്നും ബാക്കി എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.